മാഡം കൃത്യസമയത്ത് തന്നെ ജോലി തീർത്ത് പോവാനായിരിക്കും. വലിയ കോവിലത്തെ തമ്പ്രാട്ടിയാന്നാ വിചാരം. എന്താ നിന്റെ ഇഷ്ടത്തിനങ്ങ് പോവാന്ന് വെച്ചിട്ടാ? ഈ ബോക്സിലുള്ള സാധനങ്ങള് ഈ റാക്കിൽ അടുക്കി വെച്ചിട്ട് പോയാ മതി. ശരി, ഇപ്പൊ തന്നെ അടുക്കി വെക്കണം. ഇതിപ്പോ അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ. രാവിലെ വന്നാലും ചെയ്യാൻ പറ്റില്ലേ? ഞാനൊരു ജോലി ചെയ്യാൻ പറഞ്ഞോ അത് അപ്പൊ തന്നെ ചെയ്ത് തീർക്കണം. നാളെ ചെയ്യണോ അതോ നാളെ കഴിഞ്ഞ് ചെയ്യണോ എന്നൊക്കെ തീരുമാനം എടുക്കേണ്ടത് നീയല്ല. ഇപ്പൊ കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയമല്ലേ. നാളെ രാവിലെ ആവുമ്പോഴത്തേക്ക് ആൾക്കാർ വരും. അപ്പൊ പിന്നെ ഈ ജോലി നീ അങ്ങ് ചെയ്യണ്ടെന്ന് വെക്കും. ഇപ്പൊ തന്നെ ചെയ്യ. നിങ്ങളുടെ പ്രശ്നം എന്താ? എന്നെ പണിയെടുപ്പിച്ച് ടോർച്ചർ ചെയ്യണം, അതല്ലേ നിങ്ങളുടെ ആവശ്യം? അതെ, നിന്നെ ടോർച്ചർ ചെയ്യുന്നതാ എന്റെ ജോലി. ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ എനിക്ക്. നിന്റെ ഇഷ്ടത്തിനൊന്നും ഇവിടെ നടക്കില്ല. ഞാൻ ഒരു ജോലി പറഞ്ഞാ അത് എപ്പ ചെയ്യണോ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. നീ ഈ പെട്ടിയിലുള്ള തുണികളെല്ലാം ഇപ്പൊ തന്നെ അടുക്കി വെച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ ഓണറോട് ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞോളാം. എന്താടി തുറച്ചു നോക്കുന്നേ? പറഞ്ഞ ജോലി ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നീ ജോലി ഉപേക്ഷിച്ചങ്ങ് പോയേക്ക്. ജ്യോതി, നീ ഇനി എത്ര നേരം ഇവിടെ ഉണ്ടാവും? ഒരു അരമണിക്കൂർ ഉണ്ടാവും. ഇവളെല്ലാം നേരെ ചൊവ്വേ ചെയ്യുന്നുണ്ടോന്ന് നോക്കിയിട്ട് പോയാ മതി നീ. അല്ലെങ്കിൽ ഞാൻ പോയ ഉടനെ ഇതൊക്കെ പാതി വഴിയിലിട്ട് ഓടിപ്പോവും ഇവള്. എന്താന്ന് വെച്ചാ ഓടിപ്പോകുന്ന കാര്യമൊന്നും മാഡത്തിനൊരു പുതുമയല്ലല്ലോ. ശരി, ഞാൻ നോക്കിക്കോളാം. നോക്കിക്കോ. എന്താ വിജി ഒന്ന് എന്റെ പ്രണയത്തിന് പച്ചക്കുടി കാണിച്ചാ ഇവരൊക്കെ വിജിയോട് ഇങ്ങനെ കാണിക്കോ? കണ്ണിനുള്ളിലെ കൃഷ്ണമണി പോലെ ഞാൻ വിജയെ പൊന്നു പോലെ നോക്കുമായിരുന്നില്ലേ? എന്ത് പറ്റി? അമ്മ ഇത്ര നേരായിട്ട് കാണാനില്ലല്ലോ. വിജി, പറയ പ്രിയ. എന്നോട് ക്ഷമിക്കണം വിജി. ഏയ്, എന്തിനാ ഇങ്ങനെ ക്ഷമയൊക്കെ ചോദിക്കുന്ന? അല്ല, എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിജി. ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് നിന്റെ ഏട്ടത്തെ നിന്നെ ടോർച്ചർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാ അവര് കടയിൽ വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആ വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് അവര് നിന്നെ ഇനിയും ടോർച്ചർ ചെയ്യുന്ന എന്റെ മനസ്സ് പറയുന്ന. അതിന് ഞാൻ കാരണമായല്ലോ എന്ന് ഓർത്ത് എനിക്ക് നല്ല കുറ്റബോധം ഉണ്ട് വിജി. ഞാൻ നിന്റെ നല്ലൊരു ഫ്രണ്ട് ആയതുകൊണ്ട് നിനക്ക് നല്ലത് ചെയ്യണമെന്നാ ഞാൻ വിചാരിച്ച്. പക്ഷെ അത് നിനക്ക് ഇത്രയധികം ടെൻഷൻസ് ഉണ്ടാക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല വിജി. അതുകൊണ്ടാ നിന്നോട് ഞാൻ സോറി ചോദിച്ചത്. ഏയ്, അതൊന്നും സാരമില്ല. നീ ഇതൊന്നും വിചാരിച്ചതല്ലോ. എത്ര കാലം അവരെന്നെ ഇങ്ങനെ ഉപദ്രവിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ പ്രിയ. ആ ലിമിറ്റ് താണ്ടിയാ
ഞാൻ ആരാന്ന് അവർക്ക് കാണിക്കേണ്ടി വരും. പിന്നെ ഒരു സെക്കൻഡ് പോലും ഞാൻ ആലോചിക്കില്ല. ഒരു പ്രശ്നത്തിന് നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ മാറി നടക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ല. എല്ലാം എന്റെ മോള് നിലയ്ക്ക് വേണ്ടിയാ. അവൾക്ക് വേണ്ടി മാത്രം ഞാൻ എല്ലാം സഹിക്കുന്നത്. എന്റെ ഏടത്തെ എന്നെ എപ്പോഴും പഴയ വിജയായിട്ടാ കരുതുന്നത്. അതാ എന്നോട് ഒരു ആവശ്യമില്ലാതെ പകരം വീട്ടിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ കൊണ്ട് പാകപ്പെട്ട് ഞാൻ മറ്റൊരു വിജയായിട്ടാ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. നമുക്ക് നോക്കാം. നീ ഫെയിൽ ചെയ്യണ്ട, വിട്. അല്ല, നിലമോളെവിടെ? അകത്താണോ അതോ? ഇപ്പോഴാ പഠിക്കാൻ വേണ്ടി അകത്തോട്ട് പോയത്. ആ ശരി, ഞാൻ നോക്കിക്കോളാം. Wheels on the bus. നിലക്കുട്ടി, നിലക്കുട്ടി, അമ്മയുടെ ചക്കരെ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? പഠിച്ചുകൊണ്ടിരിക്കുക അമ്മേ. എന്താ അമ്മേ, ഇന്ന് കടയിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നോ? പ്രിയാന്റിയാ പറഞ്ഞ്. അതെ മോളെ, ഇന്ന് കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ്. അമ്മയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും തിരക്ക്. അതാ ഇന്ന് മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാതെ പോയത്. സോറിയുടെ ചക്കരെ. അമ്മ എന്തിനാ ഇതിനൊക്കെ എന്നോട് സോറി പറയുന്നത്? ഒരു ദിവസമല്ലേ, അതൊന്നും സാരമില്ല. ഇന്ന് ഒരു ദിവസം മാത്രമാണെന്ന് നീ കരുതുന്നേ. പക്ഷെ ആ ലാവണ്യ എന്നോട് പകവീട്ടാൻ ദിവസവും എന്നെ എങ്ങനെയാ ടോർച്ചർ ചെയ്യുന്നേ. നോക്കാം എന്താ ചെയ്യാൻ പറ്റാന്ന്. അമ്മേ, എന്താ അമ്മ ആലോചിക്കുന്നത്? ഒന്നുമില്ലടാ ചക്കരെ, നിക്ക്. അമ്മ റെഡി ആയിട്ട് മോൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാം. ഓക്കേ അമ്മേ. എന്താ ഇത് ലാവണ്യേ? നിനക്ക് എന്താ പറ്റിയേ? എന്തിനാ ഈ പാത്രമൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നത്? ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? എനിക്കല്ല ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. ദേ കണ്ടില്ലേ, ബൊമ്മ പോലെ ഇരിക്കുന്നേ. ഇവരാ ആ വിജയ് എന്ന് പറയുന്ന ഭ്രാന്തിയെ വെച്ച് എനിക്കെതിരെ കളിച്ചോണ്ടിരിക്കുന്നേ. നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് പറയ്. ഇന്ന് നിങ്ങളുടെ അമ്മ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് അറിയോ നിങ്ങൾക്ക്? നിക്ക്. അമ്മ എന്താ സംഭവിച്ചത്? എന്താ ഉണ്ടായത്? അമ്മയെങ്കിലും ഒന്ന് പറയ്. അവരെന്ത് പറയാനാ? അവരുടെ ഭാഗത്താണല്ലോ തെറ്റ് മുഴുവനുള്ളത്. എന്റെ ഭാഗത്ത് എന്താ തെറ്റുള്ളത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഓ, അപ്പൊ എന്ത് തെറ്റാ ചെയ്തത് പോലും അറിയില്ല. രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയ ഇവിടെ അത്രയ്ക്കും പ്രധാനപ്പെട്ട എന്താ സംഭവിച്ചതെന്ന് ഞാൻ അങ്ങനെ അറിയാ. എന്റെ പൊന്നിലാവണ്യ, ഇവിടെ എന്താ ഉണ്ടായെന്നൊന്ന് പറയ്. എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ ചോദിക്കുന്നേ? നിങ്ങളുടെ അമ്മയ്ക്ക് വന്നു വന്ന അഹങ്കാരം അനുസരണക്കേട് കൂടി വരിക. ആ വിജയെ കാണരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും അവളെ സപ്പോർട്ട് ചെയ്ത് ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന കടയിൽ വന്നിട്ട് എന്തൊക്കെ ഇവര് സംസാരിച്ചെന്ന് അറിയോ നിങ്ങൾക്ക്? ശരി ശരി, നിക്ക് നിക്ക് നിക്ക്. അമ്മേ, എന്താ ഇതൊക്കെ? എന്താ ഇവിടെ പറയുന്നേ? ലാവണ്യ പറഞ്ഞതൊക്കെ സത്യമാണോ? ശരിക്കും ഇന്ന് അമ്മ അവള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയായിരുന്നോ? എന്താ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഇനി അവരുടെ വായിന്ന് കേട്ടാലേ വിശ്വാസാവൂ. അത് പിന്നെ ഞാൻ പറഞ്ഞ സത്യ. ഇന്ന് ഇവരെന്റെ കടയിൽ കയറുമെന്ന് എന്നെ നാണം കെടുത്തി.